കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടി പിടിയിലായ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. സായുധ സേനയുടെ അകമ്പടിയോടെ കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ ഇന്നലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. റിപ്പർ ജയാനന്ദനും നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയും ഉൾപ്പെടെ കേരളത്തിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷാ ജയിലാണ് വിയ്യൂരിലേത്. 535 കുറ്റവാളികളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. 300-ലധികം കൊടും കുറ്റവാളികൾ നിലവിൽ വിയ്യൂരിലുണ്ട്. ജയിലിലെ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ നിന്ന് ജയിൽ ജീവനക്കാരുടെ നിരീക്ഷണമുണ്ട്. ഏകാന്ത സെല്ലിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ക്യാമറ നിരീക്ഷണവുമുണ്ട്. സെല്ലിനുള്ളിലും ക്യാമറയുണ്ട്. സെല്ലിൽ മറ്റൊരു തടവുകാരനെ കൂടി ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം നടത്താൻ ജയിൽ അധികൃതർ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. ക്യാമറ നിരീക്ഷണമാണ് സുരക്ഷിതമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്. ഗോവിന്ദച്ചാമിക്ക് ഇനി ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല. ശുചിമുറി അടക്കമുള്ള സെല്ലിൽ ഭക്ഷണം നേരിട്ടെത്തിക്കും. ജയിൽ ചാടിയ ചരിത്രം ഉള്ളതിനാൽ ഗോവിന്ദച്ചാമിക്ക് അതീവ സുരക്ഷാ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിരീക്ഷണമുണ്ട്. കേസിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കോൺഫറൻസ് മുറിയിലേക്ക് മാറ്റും. ഇനിയുള്ള കാലം ഒറ്റപ്പെട്ട സെല്ലിൽ ഗോവിന്ദച്ചാമിക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്ന് ചുരുക്കം. അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്കാണ് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നത്. ഇതോടെ ഭക്ഷണം ജയിലിൽ നിന്ന് തന്നെയായിരുന്നു. ശനിയാഴ്ച ജയിലിൽ മട്ടൻ കറിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിയ്യൂരിലെത്തിയ ആദ്യ ദിനം മട്ടൻ കറി കഴിച്ച് തന്നെ കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. എന്താലേ, ഇവനെയൊക്കെ എന്തിനിങ്ങനെ തീറ്റിപ്പോറ്റണമെന്ന് ആരും പറഞ്ഞു പോകും. അതൊക്കെ പോട്ടെ, മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. വിയ്യൂർ ജയിലിലെ അത്യാധുനിക സൗകര്യങ്ങളെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതിനാൽ അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന സെല്ലിന്റെ ചിത്രം മാതൃഭൂമി പുറത്തുവിട്ടിട്ടുണ്ട്. അഴികൾ മുറിച്ചു മാറ്റിയ നിലയിലാണ്. സെല്ലിന്റെ താഴ്ഭാഗത്തെ 5 കമ്പികളാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെടാനായി മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അഴികൾ മുറിച്ചു മാറ്റുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഈ ഭാഗത്ത് നൂലുകൾ കൊണ്ട് കെട്ടിയതും ചിത്രത്തിൽ വ്യക്തമാണ്. ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് സെല്ലിലെ കമ്പികൾ ദ്രവിപ്പിച്ചുവെന്നും അരം ഉപയോഗിച്ച ദിവസങ്ങളെടുത്താണ് കമ്പികൾ മുറിച്ചത് എന്നുമുള്ള ഗോവിന്ദച്ചാമിയുടെ മൊഴി ശരിവെക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ചിത്രം. അതേസമയം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉൾപ്പെടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുമെന്നും മൊബൈൽ ഉപയോഗിക്കാനും പ്രത്യേക സൗകര്യമുണ്ട് എന്നുമുള്ള ഗോവിന്ദച്ചാമിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് പോലീസ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി ജയിലിലിരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്തും നിയന്ത്രിച്ചതും വരെ പുറത്തു വന്നത് ഗോവിന്ദച്ചാമി പറഞ്ഞ ഇതേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. ജയിൽ ഉപദേശക സമിതി അംഗങ്ങളെല്ലാം CPM പ്രവർത്തകരാണ്. ജയിലിലാകുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെയുള്ളതാണ്. അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ഞെട്ടലൊന്നും ഗോവിന്ദച്ചാമിയുടെ വെളിപ്പെടുത്തൽ കേട്ട് ഉണ്ടാവാൻ ഇടയില്ല. പക്ഷേ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയ ഗോവിന്ദച്ചാമി നല്ല ഭക്ഷണവും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കയ്യിൽ പണമില്ലാത്തതിനാലും പുറത്തുനിന്ന് ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ആളില്ലാത്തതിനാലും ലഹരി വസ്തുക്കൾ ഗോവിന്ദച്ചാമിക്ക് കിട്ടാറില്ലായിരുന്നു. മട്ടൻ കറി ഉൾപ്പെടെയുള്ളവ പകരം നൽകിയാണ് താൻ സഹതടവുകാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നത് എന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജയിൽ ചാടിയ ദിവസം രാത്രിയിലും കഞ്ചാവ് വലിച്ചിരുന്നു. കഞ്ചാവ്, മാഹിയിൽ നിന്നുള്ള മദ്യം എന്നിവ എത്തിച്ചു നൽകാൻ പ്രത്യേകം ആളുകളുണ്ട് എന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ മൊഴി പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. പണത്തിന് വേണ്ടി മോഷണം മുതൽ പൈശാചികമായ ബലാത്സംഗങ്ങളും അതിക്രൂരമായ കൊലപാതകങ്ങളും വരെ ചെയ്യാൻ മടിയില്ലാത്ത, അതിലൊന്നും തരിമ്പ് പോലും കുറ്റബോധമില്ലാത്ത കുറ്റവാളിയാണ് ഗോവിന്ദച്ചാമി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പട്ടാളത്തിൽ ഹവിൽദാറായിരുന്ന അറുമുഖത്തിന്റെ 2 മക്കളിൽ ഇളയയാളാണ് ഗോവിന്ദച്ചാമി. സഹോദരൻ സുബ്രഹ്മണ്യനും ഗോവിന്ദച്ചാമിയും ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ താമസിച്ചിട്ടുള്ളതിനാൽ ഹിന്ദിയും ഇയാൾക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാം. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ മുഴുകുടിയനായി. പെൻഷനും സമ്പാദ്യങ്ങളുമെല്ലാം കുടിച്ചു നശിപ്പിച്ചു. മദ്യലഹരിയിൽ മുങ്ങി ജീവിച്ച സുബ്രഹ്മണ്യവും ഗോവിന്ദച്ചാമിയും ചെറുപ്പത്തിൽ തന്നെ മോഷണം തുടങ്ങിയിരുന്നു. ട്രെയിനിലെ മോഷണമായിരുന്നു ഇവർക്ക് ഏറെ പ്രിയം. പിന്നീട് എന്ത് ക്രൂരതയും ചെയ്യാനുള്ള മനസ്സ്
ഗോവിന്ദച്ചാമിയെ ഒരു കൊടും കുറ്റവാളിയാക്കി. അമിതമായ ലൈംഗികാസക്തിയുള്ള ഇയാൾ സ്ത്രീകളെ തേടി ഇറങ്ങിത്തുടങ്ങി. നിരവധി തവണ പോലീസിന്റെ പിടിയിലായി, ജയിലിലുമായി. മതിൽ തുരന്ന് ജയിൽ ചാടാനാണ് ഗോവിന്ദച്ചാമി ആദ്യം ശ്രമിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ക്വാറന്റീൻ വാർഡിന്റെ 6 മീറ്റർ ഉയരമുള്ള മതിൽ ഒരാൾക്ക് കടക്കാൻ സാധിക്കുന്ന വട്ടത്തിൽ 10 സെന്റിമീറ്ററോളം തുരന്നുവെങ്കിലും പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. 10ാം ബ്ലോക്കിൽ നിന്നും പുറത്തു കടന്ന് മുൻപ് എടുത്തുവെച്ച കമ്പി കൊണ്ട് മതിൽ തുരക്കുകയായിരുന്നു. വിചാരിച്ച വേഗത്തിൽ തുരക്കാൻ കഴിയാതെ വന്നതോടെയാണ് ആ പദ്ധതി ഉപേക്ഷിച്ചത്. ഇനി ഗോവിന്ദച്ചാമിക്ക് മുൻപ് സെൻട്രൽ ജയിൽ ചാടിയ 2 തടവുകാരുടെ കഥ കൂടി ഒന്ന് പറയാം. ഒരാൾ റിപ്പർ ജയാനന്ദൻ, മറ്റൊരാൾ ശിവജി. ജയിൽ ചാട്ടത്തിലും അതിനുള്ള തയ്യാറെടുപ്പിലും ജയാനന്ദനും ഗോവിന്ദച്ചാമിയും തമ്മിൽ ചില പ്രത്യേകതകളുണ്ട്. ജയിൽ ചാട്ടത്തിന് മുൻപ് ഗോവിന്ദച്ചാമി ഭക്ഷണം ഒഴിവാക്കി സ്വയം മെലിഞ്ഞു. റിപ്പർ ജയാനന്ദനും ഈ രീതി ഉപയോഗിച്ചാണ് കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ അഴികളിലൂടെ പുറത്തിറങ്ങിയത്. 7 കൊലപാതകം നടത്തിയ ജയാനന്ദൻ വധശിക്ഷയുമായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. അവിടെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിൽ താമസിപ്പിച്ചു. നിരവധി സെല്ലുള്ള ഈ ബ്ലോക്ക് ജയിലിനകത്തു തന്നെ മറ്റൊരു ജയിലാണ്. പ്രത്യേകം മതിലും സുരക്ഷാ സംവിധാനവുമുണ്ട്. ഇതിനകത്തു നിന്ന് മറ്റു ബ്ലോക്കുകളിലേക്ക് കടക്കാൻ അനുമതി വേണം. അതിനിടെ ജയാനന്ദന്റെ വധശിക്ഷ മരണം വരെ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി കുറച്ചു. എന്നാൽ കൊടും കുറ്റവാളിയായ ജയാനന്ദൻ ജയിൽ ചാടാൻ തീരുമാനിച്ചു. ഒപ്പം തന്റെ സെല്ലിലുണ്ടായിരുന്ന റിയാസിനെയും കൂടെ കൂട്ടി. അക്കാലത്ത് ജയിലിൽ CCTV സ്ഥാപിക്കൽ നടക്കുകയായിരുന്നു. ഇതിന്റെ വർക്കിന്റെ ഭാഗമായി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഒരു കഷ്ണം ഇവർ സംഘടിപ്പിച്ചു. ദിവസവും രഹസ്യമായി അതുപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിച്ചു തുടങ്ങി. സംശയിക്കാതിരിക്കാൻ സെല്ലിനകത്ത് കിടന്നായിരുന്നു കമ്പി മുറിച്ചിരുന്നത്. 2 കമ്പി മുറിച്ച് മുകളിലേക്ക് മടക്കി വെച്ച് അതിനടിയിലൂടെ പുറത്തു കടന്നു. ഇതിനായി ശരീരത്തിന്റെ വണ്ണവും കുറച്ചിരുന്നു. ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തിയായിരുന്നു ഇത് സാധിച്ചെടുത്തത്. കണ്ണൂരിൽ അടുത്തടുത്ത സെല്ലുകളിലായിരുന്നു ജയാനന്ദനെയും ഗോവിന്ദച്ചാമിയെയും താമസിപ്പിച്ചിരുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനായി അന്ന് ജയാനന്ദൻ തലയണയും തുണിയും ഉപയോഗിച്ച് സെല്ലിൽ ആൾരൂപം ഉണ്ടാക്കി. ഗോവിന്ദച്ചാമി ജയിൽ ചാടും മുൻപും സമാനമായ ആൾരൂപം സെല്ലിൽ കണ്ടതായി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് ഊട്ടിയിൽ നിന്നാണ് ജയാനന്ദനെ അന്ന് പോലീസ് പിടികൂടിയത്. റിയാസിനെ കാസർകോട്ടെ കാമുകിയുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് ജയാനന്ദനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടുത്തെ സുരക്ഷാ ബ്ലോക്കായ UT ബ്ലോക്കിലായിരുന്നു ജയാനന്ദനെ പാർപ്പിച്ചത്. എന്നാൽ കണ്ണൂരിലേതിന് സമാനമായ രീതിയിൽ മറ്റൊരു തടവുകാരൻ ഊപ്പ പ്രകാശിനെയും കൂട്ടി ജയാനന്ദൻ അവിടെ നിന്നും ചാടി. 2013 ജൂൺ 9-നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച് ജയാനന്ദന്റെ 2ാമത്തെ ജയിൽ ചാട്ടം. എന്നാൽ പ്രകാശിനെ 7 ദിവസത്തിനകം പോലീസ് പിടികൂടി. സെപ്റ്റംബർ 10-നാണ് ജയാനന്ദനെ പിടികൂടാൻ കഴിഞ്ഞത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു ജയാനന്ദനെ പിടികൂടിയത്. ജയാനന്ദൻ 2 തവണയും ജയിൽ ചാടിയത് അറ്റകുറ്റപ്പണിക്കായി ജയിൽ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന മുളയും മറ്റു തടികളും തുണി കൊണ്ട് കൂട്ടിക്കെട്ടി ഏണി ഉണ്ടാക്കിയാണ്. ചാടിയ രീതിക്കും സമാനതകളുണ്ടായിരുന്നു. 2 പായകൾ നിലത്ത് വിരിച്ച ശേഷം കിടക്കയും തലയണയും മറ്റും ഉപയോഗിച്ച് ശരീരത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് ഡമ്മി ഉണ്ടാക്കുകയാണ് ജയാനന്ദൻ അന്ന് ചെയ്തത്. നീളത്തിൽ തുണി ചുരുട്ടിയ ശേഷം അതിൽ നീലയും വെള്ളയും നിറത്തിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ചു. ഉറങ്ങുന്നതായി ജയിൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത്. ഇതേ രീതിയിലാണ് ഗോവിന്ദച്ചാമിയും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി മറ്റൊരു കഥാപാത്രമാണ് ശിവജി. ജയിലിൽ വിരിച്ചു കിടക്കാൻ കൊടുത്ത കമ്പിളി പുതപ്പാണ് ശിവജി ജയിൽ ചാട്ടത്തിന് ആയുധമാക്കിയത്. പലരിൽ നിന്നായി 6ഓ 7ഓ കമ്പിളി പുതപ്പ് സംഘടിപ്പിച്ചു. ദിവസങ്ങളെടുത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇത് കീറി കയർ പോലെയാക്കി. ജയിലിന്റെ 20 അടി ഉയരമുള്ള മതിലിന്റെ മുകളിൽ കയർ കുരുക്കി മതിൽ ചാടി. അധികം വൈകാതെ പിടിയിലായെങ്കിലും ശിവജി ജയിൽ ചാട്ടം ഹരമാക്കി മാറ്റി. ആലപ്പുഴ, കോട്ടയം ജയിലുകളുടെയും മതിൽ ഇയാൾ ചാടി. ഒരു തവണ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് ചാടിയത്. അങ്ങനെ ആകെ 4 ചാട്ടം. 30 വർഷത്തിന് ശേഷമാണ് ഇയാൾ ജയിൽ മോചിതനാകുന്നത്. അതേസമയം ഗോവിന്ദച്ചാമി ജയിൽ ചാടിപ്പോയ സംഭവത്തിന് പിന്നാലെ പരിഹാര നടപടികളുമായി സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, സംസ്ഥാന പോലീസ് മുൻ മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങുന്ന സമിതിയെ അന്വേഷണത്തിനായി നിയമിച്ചിട്ടുണ്ട്. പോലീസ് വകുപ്പ് തല പരിശോധനകൾക്ക് പുറമെയാണ് ഇത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ജയിലുകളിലെ കൊടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റുന്നതും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മറുനാടൻ തൊഴിലാളികളായി എത്തുന്നവർ കൊടും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നത് കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനം. പ്രതികൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണോ
അവിടുത്തെ ജയിലുകളിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നത്. ഇതിന് അവിടങ്ങളിലെ സർക്കാരുമായും ധാരണയുണ്ടാക്കണം. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് എന്നാണ് യോഗത്തിലുണ്ടായ പ്രധാന വിലയിരുത്തൽ. ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ പുതിയ ഒരു സെൻട്രൽ ജയിൽ തുടങ്ങുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലത്തിന് ശ്രമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുത വേലി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദ പരിശോധന നടത്തി നടപടിയെടുക്കേണ്ടതുമായ സംഭവമാണ് എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്.